എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരത്തിൻ്റെ എംപിയുമാണ് ഡോക്ടർ ശശി തരൂർ. ശശി തരൂരിനെ വിശ്വ പൗരൻ എന്നാണ് അറിയപ്പെടുന്നത്. ശശി തരൂർ പ്രശസ്തനാകുന്നത് UN അണ്ടർ ജനറൽ സെക്രട്ടറി എന്നുള്ള ആ പദവിയിലെത്തുകയും പിന്നീട് തൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ശശി തരൂർ പ്രശസ്തനാകുന്നത്. പിന്നീട് താൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായി തീരുകയും ചെയ്തു. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ MP ആകുകയും വലിയ വികസനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ്. ആദ്യം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വിദേശകാര്യ സഹമന്ത്രിയാകുകയും അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അതുമാത്രമല്ല, തൻ്റെ ഭാര്യ മരണപ്പെട്ടപ്പോൾ സുനന്ദ പുഷ്കർ, അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ ശശി തരൂരിനെ പൊതുജനം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ ബ്യൂറോക്രാറ്റ്സ്, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വലിയ ആദരവോടുകൂടിയൊക്കെയാണ് ഡോക്ടർ ശശി തരൂരിനെ കാണുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം എടുത്തു പറയേണ്ടതാണ്. ലോക ജനശ്രദ്ധ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനവും പക്വതയാർന്ന സംസാര ശൈലിയുമാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഐഡിയോളജി, ഇതൊക്കെയാണ് ഇദ്ദേഹത്തെ പ്രശസ്തനാക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. എന്നാൽ കഴിവുള്ളവരെ കോൺഗ്രസ് തിരഞ്ഞെടുക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും മല്ലികാർജുന ഖാർഗെ വിജയിക്കുകയും ചെയ്തു. ഏതാണ്ട് 85 വയസ്സിൽ ഓളം പ്രായമുള്ള മല്ലികാർജുന ഖാർഗെക്ക് സ്വന്തമായി നടക്കുവാനോ സംസാരിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ കഴിവുള്ള ആളുകളെ കോൺഗ്രസ് നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ കാര്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ വലിയൊരു വിവാദത്തിലെത്തപ്പെട്ടിരിക്കുകയാണ്. വിവാദം ഇതാണ്: രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ച അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അകത്തൊരു വലിയ വസ്തുതയുണ്ട്, അതൊരു സത്യമായ കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് 3 പേരാണ്. അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ പലപ്പോഴും ആളുകൾ പറയും ഹൈക്കമാൻഡ്. ഇപ്പോൾ ഒരാളൊരു കമൻ്റ് എഴുതി, ഒരാളൊരു കമൻ്റ് എഴുതിയേക്കാണ്. ആ കമൻറ്റിൻ്റെ അകത്ത് പറയണ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇതാണോ? സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ അടിയിൽ ഒരാൾ എഴുതിയേക്കുന്ന കമൻ്റാണ് ഇതാണ് ഈ ഹൈക്കമാൻഡ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് 3 പേർ മാത്രമാണ് അതിൻ്റെ നേതാക്കന്മാർ. അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. മറ്റുള്ളവരെല്ലാം വെറും സെർവൻസ്, അതായത് ജോലിക്കാർ മാത്രമേ ഉള്ളൂ. ദാസന്മാരും ദാസിമാരും മാത്രമേ ഉള്ളൂ. അല്ലാതെ യാതൊരു പരിഗണനയും അവർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ശാപമാണ് ശരിക്കും പറഞ്ഞ ഈ കുടുംബവാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബവാഴ്ച കോൺഗ്രസ്സിൽ മാത്രമുള്ളൂ? അത് ലാലു പ്രസാദ് യാദവിൻ്റെ RJDയിലുണ്ട്. കാരണം ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞാൽ പിന്നെ മക്കൾ. ഇനി ഉത്തർപ്രദേശിലേക്ക് വന്ന സമാജ്വാദി പാർട്ടി, മുലായം സിംഗ് യാദവ്, അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവിൻ്റെ ഭാര്യ, പിന്നെ മുലായം സിംഗ് യാദവിൻ്റെ സഹോദരങ്ങൾ, ഇവരെല്ലാമാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ളത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി, ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാണ് RJD ലാലു പ്രസാദ് യാദവിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഇങ്ങനെ കുടുംബ പാർട്ടിയാണ്. ഇനി ആ ഒരു കുടുംബ പാർട്ടിയിലേക്ക് CPIയും വന്നു കഴിഞ്ഞു. അതായത് പിണറായി വിജയൻ സഖാവ്, അദ്ദേഹത്തിൻ്റെ മരുമകൻ. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ CPMൻ്റെ ഓരോ രാഷ്ട്രീയ ആളുകൾ എടുത്തു നോക്കിയാൽ അവരുടെ ഭാര്യമാരും കുട്ടികളും. ഇതാണ് ഈ
പാർട്ടികളുടെയൊക്കെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് BJP മുമ്പോട്ട് പോയിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ കുടുംബ പാർട്ടി, അതായത് ഈ കുടുംബ വാഴ്ച ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് അണികളുടെ ഇടയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്നവർക്ക് യാതൊരു സ്ഥാനവും ലഭിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മക്കളുണ്ടെന്നിരിക്കട്ടെ, ആ മക്കൾ വലുതായിട്ട് വരുമ്പോൾ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരാണ് വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ, ഇവർക്ക് എന്താണ് കഷ്ടപ്പാടെന്നോ എന്താണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെന്നോ അപ്പോൾ ഇവരാരും ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടില്ല, ഈ സിന്ദാബാദ് വിളിക്കാൻ പോയിട്ടില്ല, അതുമാത്രമല്ല ഒരു റാലി പങ്കെടുത്തിട്ടില്ല, കഷ്ടത എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, പോലീസിൻ്റെ ലാത്തി ചാർജ് ഏൽക്കേണ്ടി വന്നിട്ടില്ല, അതുപോലെ ഒരു കഷ്ടതയും അറിയേണ്ടതായിട്ട് വന്നില്ല, നേരെ പാർട്ടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുടുംബ വാഴ്ച വാസ്തവത്തിൽ നമ്മുടെ ഭാരതത്തിന് തന്നെ വലിയൊരു ദോഷമാണ്. ഇനി അതുമാത്രമല്ല, അതായത് ഈ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞ പോലെ ഒരു കുറ്റിവീടി വലിക്കാൻ പൈസ ഇല്ലാതിരുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും വില കൂടിയ സിഗരറ്റാണ് വലിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഒരു കുറ്റിവീടി, അതായത് ഒരു മുറിവീടി വലിക്കാൻ പൈസ ഇല്ലാതിരുന്ന ആളുകളായിരുന്നു പല രാഷ്ട്രീയക്കാരും. ഇന്ന് അവർ കോടീശ്വരന്മാരായി. നമ്മുടെ കേരളത്തിലുള്ള CPM പോലെയുള്ള പാർട്ടിയിലുള്ളവരൊക്കെ ഇന്ന് വലിയ കോടീശ്വരന്മാരായി. കാരണം ചില ആളുകളൊക്കെ അംബാനിയോടും അദാനിയോടും കടപിടിക്കത്തക്ക രീതിയിലുള്ള പണത്തിൻ്റെ അധിപന്മാരായി മാറി. അപ്പോൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു, കുടുംബ വാഴ്ച ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരു പാർട്ടി രൂപീകരിച്ചു, അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. പിന്നീട് തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും അതിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒന്നുമില്ലാതിരുന്ന ഈ സ്ഥാനത്ത് നിന്ന് അവർക്ക് ലഭിച്ചതായിട്ടുള്ള ഈ പണം കൊണ്ട് ഈ സർക്കാരിൽ നിന്നുള്ള പണം വികസനത്തിൻ്റെ പേരിലും, അതെ, അതായത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ വിലയാണ് 24 ലക്ഷം രൂപയാണ് ഈ ബഡ്ജറ്റിന്. അപ്പോൾ അതിലിങ്ങനെ എഴുതി വെച്ചേക്കാണ് 24 lakhs. ഇതിൻ്റെ ചിലവാണ് 24 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ കട്ടും മോഷ്ടിച്ചും പിന്നെ കട്ടും ഒക്കെ ഉണ്ടാക്കി ഈ രാഷ്ട്രീയ പാർട്ടികൾ കോടീശ്വരന്മാരായി. രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ നേതാക്കന്മാരുടെ വണ്ടി വാഹനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നോക്കിയാൽ എത്ര വില കൂടിയ വാഹനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. 35, 40, 50 ലക്ഷം രൂപ വില വരുന്ന വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. ഇതൊക്കെ എവിടുന്നാ പണം? ഇതൊക്കെ ഈ ജനങ്ങളെ പറ്റിച്ചെടുത്ത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കുടുംബവാഴ്ച. ഈ കുടുംബവാഴ്ച ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥമായി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു ആളെ സംബന്ധിച്ചോ അവന് പാർട്ടിയിൽ ഉന്നതമായ സ്ഥാനങ്ങളിലെത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ മക്കൾ വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു ചോദ്യചിഹ്നമായി വരികയാണ്. അതുകൊണ്ടാണ് ശശി തരൂർ വളരെ വ്യക്തമായി കൃത്യമായി എഴുതി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശാപമാണ് ഈ കുടുംബവാഴ്ച എന്ന് പറയുന്നത്. അത് 100% ആ ആശയത്തോട് യോജിക്കേണ്ടതാണ്. എന്നാൽ ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുടുംബവാഴ്ച കോൺഗ്രസ്സിലും സമാജ്വാദി പാർട്ടിയിലും ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയിലും ഈ CPIM-ലും ഒക്കെ അത് കയറി കൂടിയിട്ടുണ്ട്. അത് ആ പാർട്ടിയുടെയൊക്കെ നാശത്തിന് തന്നെയാണ് കാരണം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ 3-ാം ടേമിലും അധികാരത്തിൽ വരാത്തത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ കുടുംബവാഴ്ചയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ നേതൃത്വത്തോട് വലിയ അസ്വസ്ഥതയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ 140 KPCC സെക്രട്ടറിമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഓരോ മണ്ഡലത്തിലും ഓരോ KPCC സെക്രട്ടറിമാർ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ എഴുതിയേക്കുന്ന ഒരു കമൻറ്റ് വളരെ ചിന്തിപ്പിച്ചു. എല്ലാവർക്കും അധികാരം കൊടുത്തില്ലെങ്കിൽ നാളെ ഇവരെല്ലാം പാർട്ടി വിട്ടുപോകും. അതുകൊണ്ട് 140 എന്നല്ല, എത്ര കോൺഗ്രസ് പ്രവർത്തകരുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും സെക്രട്ടറി പദം കൊടുക്കുക. അപ്പോൾ 140 എന്ന് പറഞ്ഞത് അത് 1400 ആക്കുക, അല്ലെങ്കിൽ 1,40,000 ആക്കുക. അങ്ങനെ എല്ലാവർക്കും സ്ഥാനങ്ങൾ കൊടുത്ത് പിടിച്ചു നിൽക്കുക. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി
അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരമില്ലെങ്കിൽ അണികളെല്ലാം വിട്ട് സ്ഥലം വിടും. അപ്പോൾ എന്തായാലും ഈ കുടുംബവാഴ്ച അവസാനിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന ശശി തരൂർ പറഞ്ഞ ഈ വാക്കിനോട് 100% യോജിക്കേണ്ടതായിട്ട് വരുന്നു. നമ്മൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.